മലപ്പുറം അരീക്കോട് കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റിലെ അപകടത്തിൽ തൊഴിലാളികൾ മരിച്ചത് ടാങ്കിനകത്ത് വെള്ളത്തിൽ മുങ്ങിയാണെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശ്വാസകോശത്തിൽ രാസമാലിന്യം കലർന്ന വെള്ളം കണ്ടെത്തി. മരിച്ചവർ വിഷവാതകം ശ്വസിച്ചതായും നിഗമനം. വിവരങ്ങളുമായി ജംഷീർ കുടുങ്ങിയാണ് ചേരുന്നത്. ജംഷീർ, 3 പേരായിരുന്നു ഈ മാലിന്യ ടാങ്കിൽപ്പെട്ട് മരിച്ചുപോയത്. ഈ 3 പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? മരണകാരണം സംബന്ധിച്ച് എന്തൊക്കെയുണ്ട് അതിൽ? ദിവ്യ, 2 പേരുടെ പോസ്റ്റ്മോർട്ടമാണ് പൂർത്തിയായിരിക്കുന്നത്. ആ 2 പേരുടെ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരം അനുസരിച്ച് ഈ ശ്വാസകോശത്തിൽ വെള്ളം ഉണ്ട് എന്നുള്ളതാണ്. വെള്ളത്തിന്റെ അതെന്ന് വെച്ചാൽ ഇവർ ഈ ടാങ്കിനകത്ത് അല്ലെങ്കിൽ ഈ ടാങ്കിനകത്ത് വന്ന സമയത്ത് ബോധരഹിതരായി വീണതിന് ശേഷം ബോധരഹിതരായതിനു ശേഷം ഈ ടാങ്കിലേക്ക് വീണിട്ടുണ്ടാകാം എന്നുള്ളത്. കാരണം ഈ ടാങ്കിൽ മുട്ടപ്പം മാത്രമാണ് വെള്ളമുള്ളത്. സാധാരണഗതിയിൽ വീഴുകയാണെങ്കിൽ അങ്ങനെ മുങ്ങിത്താഴാനുള്ള വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഇതിനകത്ത് കയറിയതിനു ശേഷം ശ്വാസതടസ്സം നേരിടുകയും ഈ വിഷവായു ശ്വസിച്ചതിന് ശേഷം ശ്വാസതടസ്സം നേരിട്ട് ബോധരഹിതരായി ടാങ്കിലേക്ക് വീണിരിക്കാം. അങ്ങനെ ഇവരുടെ ഉള്ളിലേക്ക് വെള്ളം ചെന്ന് ശ്വാസകോശത്തിലേക്ക് വെള്ളം ചെന്നുകൊണ്ട് മരണം സംഭവിച്ചതായിരിക്കാം എന്നുള്ളൊരു പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. 2 പേരുടെ, അതായത് മരിച്ച അസം ഗോപൽപാറ സ്വദേശികളായ ഹിതേഷ് ശരണ്യ, ബീഹാർ സ്വദേശി വികാസ് കുമാർ എന്നിവരുടെ മൃതദേഹമാണ് ഇപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ളത്. ഇനി സമദ് അലിയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ് നടക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഇന്നലെ രാത്രിയോട് കൂടിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകാനുള്ളത്. മറ്റു 2 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ വൈകുന്നേരത്തോടു കൂടി കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് രാത്രിയോട് കൂടി വിമാനമാർഗം നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. മറ്റു സമദ് അലിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇവരുടെ ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ കൂടി ഫലം വന്നതിന് ശേഷം ഒരു കൃത്യമായ വിവരം ലഭ്യമാകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ദിവ്യ, അരീക്കോട് മാലിന്യ ടാങ്കിൽ വീണ ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചതിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നത്. ടാങ്കിനകത്ത് വെള്ളത്തിൽ മുങ്ങിയാണ് മരണമുണ്ടായിട്ടുള്ളത് എന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ജംഷീർ കുടുങ്ങി നൽകിയത്.